ചെറുതുരുത്തി വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ എഞ്ചിനും ബോഗിയും വേർപെട്ടു. എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ എഞ്ചിനാണ് ബോഗിയിൽ നിന്ന് വേർപെട്ടത്. ട്രെയിനിന് വേഗത കുറവായതിനാൽ അപകടം ഒഴിവായി. പാവറട്ടിയിൽ ശുദ്ധജല തടാകത്തിൽ മാലിന്യശേഖരം നിക്ഷേപിക്കാൻ പഞ്ചായത്തിന്റെ ശ്രമം. പ്രതിഷേധവുമായി കോൺഗ്രസ്. ഭാര്യാമാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ യുവാവിന് ജീവപര്യന്തം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും വിധിച്ചു. പാലക്കിൽ തോട്ടുങ്കര പുത്തൻവീട്ടിൽ പ്രദീപ് കുമാർ എന്ന മണികണ്ഠനെയാണ് ശിക്ഷിച്ചത്. ചേലക്കരയിലെ ടേക്ക് എ ബ്രേക്ക് വഴിയിടം പദ്ധതി വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്നു. ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ അനുമതി ലഭിക്കാത്തതാണ് കാരണമെന്ന് വിശദീകരണം. മുനിക്കക്കടവ് നിന്നും മത്സ്യബന്ധനത്തിന് പോയി വള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തിയത് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ലംഘിച്ച് കടലിൽ പോയ 40 മത്സ്യത്തൊഴിലാളികളെ. നമസ്കാരം. വാർത്തകൾ വിശദമായി. ചെറുതുരുത്തി വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ എഞ്ചിനും ബോഗിയും വേർപെട്ടു. എറണാകുളം ടാറ്റ നഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ എഞ്ചിനാണ് ബോഗിയിൽ നിന്ന് വേർപെട്ടത്. ട്രെയിനിന് വേഗത കുറവായതിനാൽ അപകടം ഒഴിവായി. ബോഗികൾ വേർപെട്ടത് സംബന്ധിച്ച് അന്വേഷണം നടത്തുമെന്ന് റെയിൽവേ വ്യക്തമാക്കി. ഒരു പത്രയോടെ ഒരു ശബ്ദം വരികയും പിന്നീട് പുറത്തേക്ക് വന്നപ്പോൾ ബോഗി കുറച്ച് എഞ്ചിൻ റൂം കുറച്ച് മുന്നോട്ട് പോയി. ഞങ്ങൾ ഇവിടെ ഇരിക്കുകയായിരുന്നു. ആകെ പേടിച്ച് വന്ന് നോക്കുമ്പോൾ ആരുമില്ല. അവരങ്ങോട്ട് പോയി. ഞങ്ങൾ വന്ന് നോക്കുമ്പോൾ ഇത് ആകെ വിട്ടുകിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ഇറങ്ങി ബാക്കി ഉദ്യോഗസ്ഥരെല്ലാം പെട്ടെന്ന് തന്നെ എത്തി. കാര്യങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമായി. പക്ഷേ ട്രെയിൻ ഇപ്പോഴും ഡിലേ ആയിട്ടാണ് എടുക്കുന്നത്. അവർ എറണാകുളത്ത് നിന്ന് എടുക്കുമ്പോൾ തന്നെ ചെക്ക് ചെയ്യേണ്ട കാര്യങ്ങളായിരുന്നു. എന്തുകൊണ്ട് ഇത് ചെക്ക് ചെയ്യാതിരുന്നെന്ന് അറിയത്തില്ല. വേറെ മെല്ലെ കാരണമാണ് അത്ര പ്രോബ്ലം ഉണ്ടാകാതിരുന്നത്. ഇത് പക്ഷേ സ്പീഡിലായിരുന്നെങ്കിൽ വലിയൊരു അപകടം ഉണ്ടായിരുന്നത്. തലനാരിക്ക് രക്ഷപ്പെട്ടതാണ്. എറണാകുളത്തിനും വള്ളത്തോൾ നഗറിനുമിടയിൽ ഓട്ടോമാറ്റിക് സിഗ്നലിംഗ് സംവിധാനം ഒരുങ്ങുന്നു. റെയിൽ വികാസ് നിഗവും കെയറയിലും ചേർന്നുള്ള സംരംഭത്തിന് ഇത് സംബന്ധിച്ച് കരാർ ലഭിച്ചു. 156 കോടി 47 ലക്ഷം രൂപയ്ക്കാണ് കരാർ. 750 ദിവസമാണ് കരാർ കാലാവധി. സംസ്ഥാനത്ത് ആദ്യമായാണ് ഈ സംവിധാനം ഒരുങ്ങുന്നത്. പാവറട്ടിയിൽ മാലിന്യം ശുദ്ധജല തടാകത്തിൽ നിക്ഷേപിക്കാൻ പഞ്ചായത്തിന്റെ ശ്രമം തടഞ്ഞ് കോൺഗ്രസ് പ്രവർത്തകർ. പാവറട്ടി സെന്ററിൽ പാലുവായി ജംഗ്ഷന് സമീപം ഹരിതകർമ്മസേനയുടെ മാലിന്യ ശേഖരണത്തിനായി സ്ഥാപിച്ചിട്ടുള്ള മിനി MCFന് ചുറ്റും മാലിന്യച്ചാക്കുകൾ കുന്നുകൂടി ദുർഗന്ധം വമിക്കുന്നത് പ്രദേശവാസികൾക്കും പരിസരവാസികൾക്കും യാത്രക്കാർക്കും ദുരിതമാവുകയാണ്. ഈ മാലിന്യങ്ങളാണ് തൊട്ടടുത്തുള്ള ശുദ്ധജല തടാകമായ ഓറാംകുളത്തിൽ നിക്ഷേപിക്കാൻ പഞ്ചായത്ത് ശ്രമം നടത്തിയത്. ജനങ്ങൾ തിങ്ങി താമസിക്കുന്നതും ഭക്ഷണ നിർമ്മാണ സ്ഥാപനം പ്രവർത്തിക്കുന്നതിനും തൊട്ടടുത്ത് മാലിന്യം നിക്ഷേപിക്കുന്നത് അനുവദിക്കാനാവില്ലെന്ന് കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞു. ജനങ്ങളുടെ പ്രതിഷേധം ശക്തമായതോടെ പഞ്ചായത്തിൽ നിന്നെത്തിയ ജോലിക്കാർ മാലിന്യം നീക്കാനുള്ള ശ്രമത്തിൽ നിന്നും പിന്മാറി. പിന്നീട് സ്ഥലത്തെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് MM റജീനയും മറ്റ് ജനപ്രതിനിധികളും പരിസരവാസികളോട് സഹകരിക്കണമെന്ന് ആവശ്യപ്പെട്ടെങ്കിലും പ്രദേശവാസികൾ സമ്മതിച്ചില്ല. മാലിന്യങ്ങൾ തരംതിരിച്ച് നീക്കം ചെയ്യാനെത്തിയ തൊഴിലാളികളെ ചിലർ മനഃപൂർവ്വം തടയുകയായിരുന്നുവെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. നമുക്ക് ഒരു മനുഷ്യർക്ക് കൈകൊണ്ട് തൊടാൻ പറ്റാത്ത സാധനങ്ങൾ അവരവരുടെ വീടുകളിൽ തന്നെ അത് വൃത്തിയാക്കേണ്ട സാധനങ്ങൾ നേരെ കൊടുന്ന് ഇട്ടിട്ടുള്ളത് പഞ്ചായത്തിൽ ഈ ഒരു മിനി MCFന്റെ അടുത്താണ്. ഇത് മിനി MCFിൽ വെച്ച് തന്നാൽ അവർക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് ഇട്ടപ്പോൾ അത് ഇന്നൊരു പണിക്കാരെ കൊടുന്ന് വൃത്തിയാക്കാൻ നോക്കുമ്പോൾ ഇവിടെയുള്ള ആൾക്കാർ മുഴുവൻ അത് തടഞ്ഞു. അത് ചെയ്യാൻ പറ്റില്ലാതാണ്. ഞങ്ങൾക്ക് ഈ സാധനങ്ങൾ ഞങ്ങളുടെ ഇവിടെ നിന്നുള്ള സാധനങ്ങളൊക്കെ ഇത് ഒഴിവാക്കിയിട്ട് ഇത് ഇവിടുന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതെന്തായാലും സഹകരിച്ചാലേ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഇതിൽ ഡൈപ്പറാണ്, അതുപോലെ സ്നാക്കി പോലുള്ള സാധനങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ ഇത് ആർക്കായാലും ഇത് കിടന്ന് ചീഞ്ഞാൽ ആർക്കും ഇത് തൊടാൻ പറ്റാത്തൊരവസ്ഥയാണ്. അത് ക്ലിയർ ആക്കാൻ ഇന്നിവിടെ കുറഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഈ ഒരു സമരവും കാര്യങ്ങളും ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഹരിതകർമ്മസേന ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സൂക്ഷിക്കുന്നതിനുള്ള കേന്ദ്രത്തിൽ ഭക്ഷണാവശിഷ്ടങ്ങളും ഡയപ്പറുകളും മറ്റും ജനങ്ങൾ നിക്ഷേപിച്ചതാണ് പ്രശ്നമായത്. എന്നാൽ പഞ്ചായത്ത് പ്രസിഡന്റും ഭരണസമിതി അംഗങ്ങളും ധിക്കാരപരമായ നിലപാടാണ് സ്വീകരിച്ചതെന്നും എത്രയും വേഗം മാലിന്യങ്ങൾ നീക്കം ചെയ്തില്ലെങ്കിൽ ശക്തമായ സമരം ആരംഭിക്കുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആന്റോ ലിജോ, പഞ്ചായത്ത് അംഗം ജെറോം ബാബു എന്നിവർ പറഞ്ഞു. ഇത് ഹരിതകർമ്മസേനയെ കുറ്റം പറയാൻ പറ്റില്ല. അവർ വീടുകളിൽ നിന്ന് കളക്ട് ചെയ്യുന്ന മാലിന്യങ്ങൾ കൃത്യമായിട്ട് അവർ ശേഖരിക്കുകയും കയറ്റി വയ്ക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും കുന്നുകൂടി കിടക്കുന്ന ഹരിതകർമ്മസേനയിലല്ലാത്ത ആളുകൾ കൊണ്ടുവന്നിടുന്ന മാലിന്യങ്ങൾ അത് തടയാനും
അതോ ഇട്ട് കഴിഞ്ഞാൽ തന്നെ അത് കൈകാര്യം ചെയ്യാനുള്ള ഉത്തരവാദിത്തം പഞ്ചായത്തിനുണ്ട്. അതിൽ നിന്ന് കൈ കഴുകിക്കൊണ്ട് ഇതൊന്നും ഞങ്ങളെ ബാധിക്കുന്ന പ്രശ്നമല്ല, ഞങ്ങൾക്കിതിൽ ഉത്തരവാദിത്തമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മാറി നിൽക്കാൻ ഒരു തരത്തിലും പഞ്ചായത്ത് അധികാരികൾക്ക് അവകാശമില്ല. അത് കൃത്യമായ രീതിയിൽ കൊണ്ടുപോയി സംസ്കരിക്കാനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കേണ്ടത് പഞ്ചായത്ത് അധികാരികളാണ്. ഗതാഗതക്കുരുക്കിനും വെള്ളക്കെട്ടിനും പുറമെ മാലിന്യ കൂമ്പാരങ്ങളും പാവർട്ടിയിലെത്തുന്ന ജനങ്ങൾക്ക് ദുരിതമായി മാറുകയാണ്. അനധികൃതമായി മാലിന്യം നിക്ഷേപിക്കുന്നവരെ കണ്ടെത്താൻ CCTV ക്യാമറകൾ സ്ഥാപിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. TCV പാവറട്ടി. ഭാര്യ മാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ യുവാവിന് ജീവപര്യന്തം കഠിന തടവും 500,000 രൂപ പിഴയും വിധിച്ചു. പാലക്കൽ തോട്ടുങ്കര പുത്തൻ വീട്ടിൽ പ്രദീപ് കുമാർ എന്ന മണികണ്ഠനെയാണ് തൃശൂർ 4ാം അഡീഷണൽ സെഷൻസ് ജഡ്ജ് KV രജനീഷ് ശിക്ഷിച്ചത്. 2012 നവംബറിലായിരുന്നു സംഭവം. റേഷൻ കാർഡ് ചോദിച്ചത് കൊടുക്കാത്തതിലുള്ള വൈരാഗ്യം മൂലം ഭാര്യ മാതാവായ ശാന്തയെ വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു. പ്രോസിക്യൂഷന് വേണ്ടി ജില്ലാ അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ സോളി ജോസഫ്, അഡ്വക്കേറ്റ് ഹണി ചെരുവിൽ എന്നിവർ ഹാജരായി. വർഷങ്ങൾ പിന്നിട്ടിട്ടും ചേലക്കരയിലെ ടേക്ക് എ ബ്രേക്ക് വഴിയിടം പദ്ധതി ജനങ്ങൾക്ക് ഉപകാരപ്രദമാകാതെ അടഞ്ഞുകിടക്കുന്നു. ലക്ഷങ്ങൾ മുടക്കി നിർമ്മിച്ചതാണ് കെട്ടിടവും അനുബന്ധ സൗകര്യങ്ങളും. ചേലക്കര പഞ്ചായത്തിൽ ടേക്ക് എ ബ്രേക്ക് പദ്ധതിയിൽ നിർമ്മിച്ച വഴിയിടം ആർക്കും ഉപകാരപ്പെടുന്നില്ല. സിവിൽ സ്റ്റേഷന് പുറകിലായി സ്ഥിതി ചെയ്യുന്ന ഈ കെട്ടിടം തുറന്നാൽ സിവിൽ സ്റ്റേഷനിൽ വിവിധ സേവനങ്ങൾക്കായി എത്തുന്നവർക്കും പ്രദേശത്തെ ഓട്ടോ ടാക്സി തൊഴിലാളികൾക്കും മറ്റ് യാത്രക്കാർക്കും ഏറെ സൗകര്യപ്രദമാണ്. വിശ്രമമുറിയും പ്രാഥമികാവശ്യങ്ങൾക്കുള്ള സൗകര്യം ഉൾപ്പെടെയാണ് കെട്ടിടത്തിലുള്ളത്. 16 ലക്ഷം രൂപ ചിലവഴിച്ചാണ് 2021 കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. തുടർന്ന് നാളിതുവരെ വഴിയിടം തുറന്നു പ്രവർത്തിക്കാനായിട്ടില്ല. ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ അനുമതി ലഭിക്കാത്തതാണ് കെട്ടിടം തുറന്നു നൽകാനുള്ള തടസ്സമെന്നാണ് ബന്ധപ്പെട്ടവർ പറയുന്നത്. ദീർഘവീക്ഷണമില്ലാത്തതാണ് പദ്ധതി പാതിവഴിയിൽ നിന്നതെന്നും LDF ഭരിക്കുന്ന ചേലക്കര പഞ്ചായത്തിന്റെ ഭരണപരാജയമാണ് ഇതിലൂടെ വെളിവാകുന്നതെന്നും ചേലക്കര പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് T. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. കാരണം ഇപ്പൊ ഇലക്ട്രിക്കൽ വിങ്ങിന്റെ അംഗീകാരം കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ 4 വർഷമായി അത് പണി തീർന്നിട്ട് തുറന്നു കൊടുക്കാൻ കഴിയാത്തത്. അത് ഭരണപക്ഷത്തിന്റെ പരാജയമാണ്. ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും എല്ലാ സംവിധാനവും ഉണ്ടായിട്ട് പോലും ജനങ്ങളെ നോക്കുകുത്തിയായി കളിപ്പിക്കുന്ന രീതിയിലാണ് ഇത്. പല തവണകളായി പഞ്ചായത്ത് കമ്മിറ്റിയിലും മറ്റുമായി ടേക്ക് എ ബ്രേക്ക് വഴിയിടം പദ്ധതി ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാനായുള്ള ആവശ്യമുന്നയിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറാവുന്നില്ലെന്നും അടിയന്തരമായി വഴിയിടം ടേക്ക് എ ബ്രേക്ക് പദ്ധതി ജനങ്ങൾക്ക് തുറന്നുകൊടുത്തില്ലെങ്കിൽ ശക്തമായ പ്രതിഷേധ സമരം ആരംഭിക്കുമെന്നും T. ഗോപാലകൃഷ്ണൻ പറഞ്ഞു. TCV ന്യൂസ്, ചേലക്കര. കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ലംഘിച്ച് മുനയ്ക്കക്കടവ് നിന്നും മത്സ്യബന്ധനത്തിന് പോയ വള്ളത്തിന്റെ എഞ്ചിൻ നിലച്ചു. കടലിൽ കുടുങ്ങിയ വള്ളവും മത്സ്യത്തൊഴിലാളികളെയും ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. കടലിൽ 10 നോട്ടിക്കൽ മൈലകലെ ചേറ്റുവ വടക്ക് പടിഞ്ഞാറ് കടലിൽ കുടുങ്ങിയ ചാവക്കാട് തിരുവത്ര സ്വദേശി അലി അഹമ്മദ് എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള റോയൽ എന്ന വള്ളവും 40 മത്സ്യത്തൊഴിലാളികളെയുമാണ് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ പ്രശാന്ത് കുമാർ, VN ഷിനിൽ കുമാർ, ഷൈബു എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനം. ചാവക്കാട് മുനയ്ക്കക്കടവിൽ തുടർച്ചയായ 3ാം ദിനവും കടൽക്ഷോഭം. കടൽവെള്ളം കരയിലേക്ക് അടിച്ചു കയറുന്നത് തടയാൻ JCB ഉപയോഗിച്ച് മണൽത്തിട്ട കൂട്ടിയിട്ടിരുന്നു. എന്നാൽ കടൽക്ഷോഭിച്ചതോടെ കൂട്ടിയിട്ട മണൽ ഒലിച്ചുപോയി. ഇതോടെ വീടുകളിലേക്ക് കടൽവെള്ളം അടിച്ചു കയറാൻ തുടങ്ങി. അഴിമുഖം വാർഡിലാണ് വീടുകളിലേക്ക് വീണ്ടും വെള്ളം കയറിയത്. കടൽക്ഷോഭത്തിന്റെ ആദ്യ ദിനത്തിൽ പ്രദേശവാസികൾ റോഡ് ഉപരോധിച്ചിരുന്നു. തുടർന്ന് തഹസിൽദാർ സംഭവസ്ഥലം സന്ദർശിച്ച് താൽക്കാലികമായി മണൽത്തിട്ട നിർമ്മിക്കുവാൻ നിർദ്ദേശിക്കുകയായിരുന്നു. ചാവക്കാട് കടപ്പുറം പഞ്ചായത്തിലെ കടലേറ്റ പ്രദേശങ്ങൾ NK അക്ബർ MLA സന്ദർശിച്ചു. അഴിമുഖം, മുനയ്ക്കക്കടവ്, അഞ്ചങ്ങാടി വളവ്, തൊട്ടാപ്പ്, ആനന്ദവാടി എന്നീ പ്രദേശങ്ങളാണ് MLA സന്ദർശിച്ചത്. സംസ്ഥാന സർക്കാർ കടപ്പുറം പഞ്ചായത്തിന് 4 ലക്ഷം രൂപ അടിയന്തര ധനസഹായം അനുവദിച്ചിട്ടുണ്ടെന്നും കടൽഭിത്തി നിർമ്മിക്കാൻ നടപടി ആരംഭിച്ചതായും MLA പറഞ്ഞു. ഇറിഗേഷൻ, വില്ലേജ് ഉദ്യോഗസ്ഥരും വാർഡ് അംഗങ്ങളും MLAയ്ക്കൊപ്പം ഉണ്ടായിരുന്നു. മതിലകം പൊക്ലായി ബീച്ചിൽ കടലേറ്റം. 3 ദിവസമായി തുടരുന്ന കടലേറ്റത്തിൽ നിരവധി തെങ്ങുകൾ കടപുഴകി വീണു. മത്സ്യബന്ധന തൊഴിലാളികൾ ഉപയോഗിച്ചിരുന്ന ഷെഡ്, ശുചിമുറി എന്നിവ കടലെടുത്തു. പണിക്കപ്പറമ്പിൽ ഷാജിയുടെ വീട് ഏതു നേരത്തും കടലെടുക്കാവുന്ന അവസ്ഥയിലാണ്. കടൽക്ഷോഭത്തിൽ കടൽ ഭിത്തിയും തകർന്നിട്ടുണ്ട്. പൊക്ലായി ബീച്ചിൽ വെച്ചിരുന്ന സോളാർ ലൈറ്റും തകർന്നു. പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെടുത്തി പലരും താമസം മാറ്റിയതിനാൽ കൂടുതൽ നാശനഷ്ടങ്ങൾ ഇല്ല.
തീർച്ചയായിട്ടും. ദേശമംഗലത്ത് കനത്ത മഴയിൽ വയോധികയുടെ വീട് തകർന്നു. 8-ാം വാർഡിൽ കുറുവാളി മഠം വീട്ടിൽ നളിനിയുടെ വീടാണ് കഴിഞ്ഞ ദിവസം വൈകിട്ട് പെയ്ത മഴയിൽ തകർന്ന് നിലം പൊത്തിയത്. സംഭവ സമയത്ത് ഇവർ വീടിനകത്തുണ്ടായിരുന്നുവെങ്കിലും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. 2 വർഷം മുമ്പ് ഭാഗികമായി തകർന്ന വീട് നാട്ടുകാർ ടാർപോളിൻ ഷീറ്റ് മേഞ്ഞ് നൽകിയിരുന്നു. അതിദരിദ്ര കുടുംബത്തിൽ ഉൾപ്പെടുത്തി ദേശമംഗലം പഞ്ചായത്ത് ഇവർക്ക് വീട് അനുവദിച്ചിട്ടുണ്ടെങ്കിലും ബാങ്ക് അക്കൌണ്ട് ജനറൽ വിഭാഗത്തിൽ പെട്ടതിനാലാണ് വീട് നിർമ്മിക്കാൻ കാലതാമസം നേരിടുന്നതെന്ന് വാർഡംഗം സംഗീത പറഞ്ഞു. കുന്നംകുളത്ത് രോഗിയുമായി പോയിരുന്ന ആംബുലൻസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിച്ച് അപകടം. രോഗി മരിച്ചു. ആംബുലൻസ് ഡ്രൈവർക്കും ഓട്ടോ ഡ്രൈവർക്കും നിസ്സാര പരിക്കേറ്റു. അഗതിയൂർ സ്വദേശി 65 വയസ്സുള്ള ജോണിയാണ് മരിച്ചത്. വൈകിട്ട് 5 മണിയോടെയാണ് അപകടമുണ്ടായത്. അഗതിയൂരിൽ നിന്ന് കുന്നംകുളത്തെ ആശുപത്രിയിലേക്ക് അതീവ ഗുരുതരാവസ്ഥയിലുള്ള രോഗിയുമായി പോവുകയായിരുന്ന ആംബുലൻസ് വരുന്നത് കണ്ടിട്ടും ഓട്ടോറിക്ഷ ഡ്രൈവർ നടുറോഡിൽ യു ടേൺ തിരിച്ചതോടെ ആംബുലൻസും ഓട്ടോറിക്ഷയും കൂട്ടിയിടിക്കുകയായിരുന്നുവെന്ന് ദൃക്സാക്ഷികൾ പറഞ്ഞു. അപകടത്തെ തുടർന്ന് ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. അപകടത്തിൽ 2 വാഹനങ്ങളുടെയും മുൻവശം തകർന്നു. ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. തൃക്കൂർ പള്ളിയറ തോണിപ്പറമ്പിൽ വീട്ടിൽ പരേതനായ കൃഷ്ണൻകുട്ടിയുടെ മകൻ 37 വയസ്സുള്ള അമ്പാടിയാണ് മരിച്ചത്. ഈ മാസം 9-ന് കോനിക്കരയിൽ വെച്ച് ബൈക്ക് നിയന്ത്രണം വിട്ട് മറിഞ്ഞായിരുന്നു അപകടം. ഗുരുതരമായി പരിക്കേറ്റ് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെയാണ് മരണം. കുന്നംകുളം കാണിപ്പയ്യൂരിൽ സ്കൂട്ടറിൽ കാർ ഇടിച്ച് അപകടം. അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്കേറ്റു. പോർക്കളങ്ങാട് സ്വദേശി പുഴങ്ങര ഇല്ലത്ത് വീട്ടിൽ താഹിറിനാണ് പരിക്കേറ്റത്. കേച്ചേരി ഭാഗത്തേക്ക് പോകുന്നതിനായി റോഡ് മുറിച്ച് കടക്കുന്നതിനിടെ കേച്ചേരി ഭാഗത്തു നിന്നും കുന്നംകുളം ഭാഗത്തേക്ക് വരികയായിരുന്ന കാർ സ്കൂട്ടറിൽ ഇടിക്കുകയായിരുന്നു. അപകടത്തിൽ സ്കൂട്ടറിനും കാറിനും കേടുപാടുകൾ സംഭവിച്ചു. അപകടത്തെ തുടർന്ന് മേഖലയിൽ ഭാഗികമായി ഗതാഗതം തടസ്സപ്പെട്ടു. കൊടുങ്ങല്ലൂരിൽ ബേക്കറി ജീവനക്കാരനെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ചു. ചന്തപുരയിൽ മുനിസിപ്പൽ ബസ് സ്റ്റാൻഡിന് സമീപമുള്ള വിംബീസ് ബേക്കറിയിലെ സപ്ലയർ എടമുട്ടം സ്വദേശി കാക്കപ്പറമ്പിൽ സുജേഷിനെയാണ് ആക്രമിച്ചത്. ബേക്കറിയിലെത്തിയ 2 യുവാക്കൾ സുജേഷിനെ വിളിച്ചിറക്കി ആക്രമിക്കുകയായിരുന്നു. മുഖത്ത് സാരമായി പരിക്കേറ്റ സുജേഷിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോഷണം. കുട്ടികളുടെ വാർഡിൽ ഉറങ്ങിക്കിടന്നിരുന്ന 1.5 വയസ്സുകാരിയുടെ കഴുത്തിലെ 2 പവന്റെ സ്വർണമാലയാണ് മോഷണം പോയത്. മെഡിക്കൽ കോളേജ് പോലീസിൽ പരാതി നൽകി. മരോട്ടിച്ചാലിൽ തുടർച്ചയായ 2ാം ദിവസവും കാട്ടാന ഇറങ്ങി. ചുള്ളിക്കാവ് മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകൾ നേന്ത്രവാഴ കൃഷി നശിപ്പിച്ചു. ഓണവിപണി ലക്ഷ്യമിട്ട് കൃഷി ചെയ്തിരുന്ന 150ഓളം കുലച്ച നേന്ത്രവാഴകളാണ് ആനക്കൂട്ടം നശിപ്പിച്ചത്. മംഗലത്ത് വേലായുധൻ നായരുടെ കൃഷിയിടത്തിലെ നേന്ത്രവാഴകളാണ് നശിപ്പിച്ചത്. കാട്ടാന ശല്യം തടയാൻ സ്ഥാപിച്ച ഫെൻസിംഗ് തകർത്താണ് കാട്ടാന കൃഷിയിടത്തിലേക്ക് കടന്നത്. കഴിഞ്ഞ ദിവസവും ചീരക്കുണ്ട് ഭാഗത്ത് കാട്ടാനക്കൂട്ടം നേന്ത്രവാഴകൾ നശിപ്പിച്ചിരുന്നു. തുടർച്ചയായി ഉണ്ടാകുന്ന കാട്ടാന ആക്രമണത്തിൽ ആശങ്കയിലാണ് കർഷകർ. ഈ അവസ്ഥയ്ക്ക് ശാശ്വത പരിഹാരം കാണണമെന്നും വനംവകുപ്പ് ഉചിതമായ നഷ്ടപരിഹാരം നൽകണമെന്നും കർഷകർ ആവശ്യപ്പെട്ടു. പാലിയക്കര ടോൾ പ്ലാസയിൽ പുറകോട്ടെടുത്ത ടോറസ് ലോറി കാർ ഇടിച്ചു നീക്കി. ഒഴിവായത് വൻ ദുരന്തം. കാറിനെയും കൊണ്ട് ലോറി മീറ്ററുകളോളം നീങ്ങി. ഫാസ്ടാഗിൽ പണമില്ലാത്തതിനാൽ ടോറസ് ലോറി ഡ്രൈവർ അശ്രദ്ധമായി വാഹനം ടോൾ ബൂത്തിൽ നിന്നും പിറകോട്ടെടുത്തതാണ് അപകട കാരണം. ടോറസ് ലോറിയുടെ പുറകിലുണ്ടായിരുന്ന കാർ ലോറിക്കിടയിൽപ്പെട്ടു. കാർ യാത്രക്കാർ നിർത്താതെ ഹോൺ മുഴക്കിയിട്ടും ലോറി ഡ്രൈവർ ശ്രദ്ധിച്ചിരുന്നില്ല. യാത്രക്കാർ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. സമാനമായ മറ്റൊരു സംഭവം വ്യാഴാഴ്ച ഉണ്ടായതായി ടോൾ പ്ലാസ ജീവനക്കാർ പറഞ്ഞു. കൊടുങ്ങല്ലൂരിൽ പള്ളിയുടെ കൊടിമര നിർമ്മാണത്തിനിടെ താഴെ വീണ് 2 തൊഴിലാളികൾക്ക് പരിക്കേറ്റു. ചാലക്കുടി തത്തുപറ വീട്ടിൽ പ്രദീപ്, ഉത്തർപ്രദേശ് സ്വദേശികളായ ഉദയ് ശങ്കർ റാം എന്നിവർക്കാണ് പരിക്കേറ്റത്. ശൃംഗപുരം സെന്റ് മേരീസ് ദേവാലയത്തിലായിരുന്നു സംഭവം. പുതിയ കൊടിമരം നിർമ്മിക്കുന്നതിനായി ഉയരത്തിൽ കെട്ടിയ സ്കഫോൾഡ് ഒടിഞ്ഞു വീണാണ് അപകടമുണ്ടായത്. അതീവ ഗുരുതരമായി പരിക്കേറ്റ ഉദയ് ശങ്കർ റാം എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. പ്രദീപിനെ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മണലൂർ പഞ്ചായത്ത് ഓഫീസിന് സമീപം സ്വകാര്യ വാഹനമിടിച്ച് സ്കൂട്ടർ യാത്രികനായ വയോധികന് പരിക്കേറ്റു. മണലൂർ കുന്നത്തുള്ളി വീട്ടിൽ ബാലകൃഷ്ണനാണ് പരിക്കേറ്റത്. ഇയാൾ കാനാണിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടി.
14 വയസ്സുള്ള ആൺകുട്ടിയെ പ്രകൃതിവിരുദ്ധ ലൈംഗിക പീഡനത്തിനിരയാക്കിയ കേസിൽ മധ്യവയസ്കന് 3 വർഷം തടവും 20,000 രൂപ പിഴയും ശിക്ഷ. കുന്നംകുളം കോടത്തൂർ വീട്ടിൽ ദിവാകരനെയാണ് കുന്നംകുളം പോക്സോ കോടതി ജഡ്ജി എസ് ലിഷ ശിക്ഷിച്ചത്. 2023 കേസിനാസ്പദമായ സംഭവം. കുട്ടിയുടെ അമ്മ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്ന് രാത്രി കൂട്ടിക്കൊണ്ടുവരാൻ കുട്ടി പോകുന്ന സമയത്ത് യൂണിയൻ ജോലിക്കാരനായ പ്രതി കുട്ടിക്കെതിരെ ലൈംഗികാതിക്രമം നടത്തിയെന്നാണ് കേസ്. അന്തിക്കാട് റോഡിലെ കുഴിയിൽ വീണ് 2 വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റു. അന്തിക്കാട് പുത്തൻകോവിലകം കടവ് റോഡ് പുളിന്തറ പറമ്പിൽ റഫീഖിന്റെ മക്കളായ അബൂബക്കർ, മകൾ ഫഹ്മ എന്നിവർക്കാണ് പരിക്കേറ്റത്. പെരിങ്ങോട്ടുകര സെറാഫിക് കോൺവെന്റ് വിദ്യാർത്ഥികളാണ് ഇരുവരും. കഴിഞ്ഞ ദിവസം സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങി സൈക്കിളിൽ വീട്ടിലേക്ക് വരുന്ന വഴി അന്തിക്കാട് കിഴക്ക് റോഡിലെ വെള്ളക്കെട്ടിൽ വീണാണ് അപകടം സംഭവിച്ചത്. കുട്ടികളെ സ്കൂളിൽ പോയിട്ട് വരുന്ന സമയത്ത് സൈക്കിൾ വന്ന റോഡിൻ്റെ ശോചനീയാവസ്ഥയെന്ന് തോന്നുന്നു. അതിൽ വണ്ടി സ്ലിപ്പ് ചെയ്തിട്ട് വീണു. അതിന് ചെറിയ കൊച്ചിന് കാലുമ്പോൾ പരിക്കും പറ്റി. പിന്നെ ഈ സ്കൂളിലേക്കുള്ള പോകുന്ന ബസ്സുകളൊന്നും ഇങ്ങോട്ട് വരാൻ സമ്മതിക്കുന്നില്ല ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥയിൽ. അപ്പോൾ അത്തരം കാര്യങ്ങളുള്ള കാരണം അത് വേഗം തന്നെ പരിഹരിക്കണമെന്ന് നമ്മൾ അഭ്യർത്ഥിക്കുന്നു. വധശ്രമം ഉൾപ്പെടെ നിരവധി കേസുകളിൽ പ്രതിയായ കയ്പമംഗലം സ്വദേശിയെ കാപ്പ ചുമത്തി ജയിലിൽ അടച്ചു. കയ്പമംഗലം കൂരിക്കുഴി സ്വദേശി പണിക്ക വീട്ടിൽ ഇജാസിനെയാണ് 1 വർഷത്തേക്ക് ജയിലിൽ അടച്ചത്. കയ്പമംഗലം മതിലകം പോലീസ് സ്റ്റേഷനുകളിലായി 13 കേസുകളാണ് ഇയാളുടെ പേരിലുള്ളത്. 3 പീടികയിൽ പടക്കക്കടയിൽ നടന്ന കത്തിക്കുത്ത് കേസിൽ റിമാൻഡിൽ കഴിഞ്ഞു വരവെയാണ് ജില്ലാ കളക്ടർ കാപ്പ ചുമത്തി ഉത്തരവിറക്കിയത്. ഓണത്തെ വരവേൽക്കാൻ കടങ്ങോട് പഞ്ചായത്തിൽ ചെണ്ടുമല്ലി കൃഷിയൊരുക്കുന്നു. ജനകീയ ആസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി പൂപ്പൊലിമ എന്ന പേരിൽ ചെണ്ടുമല്ലി തൈകൾ വിതരണം ചെയ്തു. 1,25,000 തൈകളാണ് ആദ്യഘട്ടത്തിൽ വിതരണം ചെയ്തത്. 500,000 രൂപ വകയിരുത്തിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം KK മണി, കൃഷി ഓഫീസർ ബിബിൻ പൌലോസ്, കൃഷി അസിസ്റ്റന്റ് PV രമേശ്, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പഠനത്തിൽ മികവ് തെളിയിച്ച നിർധനയായ വിദ്യാർത്ഥിനിയുടെ സ്കൂൾ യാത്രയ്ക്ക് സൈക്കിൾ സമ്മാനിച്ച് ചിത്രകാരൻ ജോബി ചാക്കോ. ചിറ്റാറ്റുകര നാഷണൽ പബ്ലിക് ലൈബ്രറിയിലെ സന്ദർശകയായ വിദ്യാർത്ഥിനിക്ക് സ്കൂൾ യാത്രയ്ക്ക് സൈക്കിൾ അഭ്യർത്ഥിച്ച് ലൈബ്രറി ഭാരവാഹികൾ സാമൂഹ്യ മാധ്യമങ്ങളിലിട്ട പോസ്റ്റാണ് ഉടൻ ഫലം കണ്ടത്. ലൈബ്രറി പ്രസിഡന്റ് CD ജോസ്, ജോയിന്റ് സെക്രട്ടറി KB ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സൈക്കിൾ ഏറ്റുവാങ്ങി. കിള്ളിമംഗലം ക്ഷീര വ്യവസായ സഹകരണ സംഘത്തിൽ രാജിവെച്ചവർ സംഘത്തിൽ അഴിമതി ആരോപിച്ച് രംഗത്ത്. ക്ഷീര വ്യവസായ സഹകരണ സംഘം പ്രസിഡന്റും സെക്രട്ടറിയും ചേർന്ന് സംഘം പർച്ചേസ് ഡയറിയിൽ കൃത്രിമം ചെയ്തതായും മുൻ ഭരണസമിതി അംഗങ്ങളായ തങ്ങളെ പ്രതികളാക്കുകയാണെന്നും രാജിവെച്ച അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. സംഘത്തിൽ നടക്കുന്ന അഴിമതികൾക്കെതിരെ പലതവണ അധികൃതരോട് പരാതിപ്പെട്ടിട്ടും നടപടിയുണ്ടായില്ലെന്നും ഇവർ പറഞ്ഞു. ജില്ലാ കളക്ടർക്കും ക്ഷീരവികസന വകുപ്പ് ഡയറക്ടർക്കും പരാതി നൽകിയതായി P. ബേബി, ഉണ്ണികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. പെങ്ങാമുക്ക് ചെറുവള്ളിക്കടവിൽ ശുദ്ധജല പദ്ധതിയുടെ പൈപ്പിന്റെ വാൽവിന്റെ ചോർച്ച മാറ്റിയില്ല. ദിവസവും 1000 ലിറ്റർ വെള്ളമാണ് പാഴായി പോകുന്നത്. മെയ് മാസത്തിലാണ് പൈപ്പിന്റെ വാൽവിലൂടെ വെള്ളം ചോർന്നു തുടങ്ങിയത്. പിന്നീട് ചോർച്ച വലിയ തോതിലാവുകയും വെള്ളം പാഴായി പോകുന്നതിന്റെ അളവ് കൂടുകയും ചെയ്തു. പൈപ്പിന്റെ ചോർച്ച മാറ്റാൻ ഉടൻ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. തൃശൂർ കുറ്റിപ്പുറം സംസ്ഥാന പാതയിൽ പെരുമ്പിലാവ് മുതൽ കടവല്ലൂർ വരെയുള്ള ഭാഗങ്ങളിൽ അപകട ഭീഷണി ഉയർത്തി റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന ആവശ്യം ശക്തമാകുന്നു. കല്ലുംപുറം ജംഗ്ഷനിലാണ് ഏത് നിമിഷവും നിലം പൊത്താറായ നിലയിൽ ഹൈവേയിലേക്ക് മരങ്ങൾ ചാഞ്ഞു നിൽക്കുന്നത്. മരം മുറിച്ചു മാറ്റണമെന്ന് പഞ്ചായത്ത് അധികൃതരെ അറിയിച്ചിരുന്നുവെങ്കിലും ഇതുവരെ നടപടിയുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. കഴിഞ്ഞ ദിവസം കല്ലുംപുറം ചാലിശ്ശേരി റോഡിലേക്ക് മരം കടപുഴകി വീണിരുന്നു. അപകടാവസ്ഥയിൽ നിൽക്കുന്ന മരങ്ങൾ ഉടൻ വെട്ടിമാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. വെങ്കിടങ്ങ് കുണ്ടഴിയൂർ GM UP സ്കൂളിൽ ലഹരിവിരുദ്ധ വാരാചരണത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ സെമിനാർ നടന്നു. PTA പ്രസിഡന്റ് അഫ്സൽ ഫാഡൂർ അധ്യക്ഷത വഹിച്ചു. പാവറട്ടി SHO KN നിതിൻ, ഹെഡ്മാസ്റ്റർ CV സുഭാഷ്, AS രാജു, CL ജൂലിയറ്റ് തുടങ്ങിയവർ സംസാരിച്ചു. ആളുകൾ പറയുന്ന എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാനുള്ള ബോധം നമുക്ക് ആയിട്ടില്ല. നമ്മൾ ആയി വരുന്നുള്ളൂ അല്ലെ, നമ്മൾ വലിയ കുട്ടികളായിട്ട് വളർന്നു വരുന്നുള്ളൂ.
അപ്പൊ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പൊ എന്റെ മക്കൾ എന്ത് ചെയ്യണം? കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ നന്നമുക്ക് യൂണിറ്റ് പി ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ 1ാം ചരമവാർഷികത്തിൽ അനുസ്മരണ പരിപാടി സംഘടിപ്പിച്ചു. ചിത്രൻ നമ്പൂതിരിപ്പാടിന്റെ മകൻ BC കൃഷ്ണൻ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് P ഭാസ്കരൻ നമ്പ്യാർ അധ്യക്ഷത വഹിച്ചു. അഷ്ടമൂർത്തി ദേശമംഗലം അനുസ്മരണ പ്രഭാഷണം നടത്തി. വിജയലക്ഷ്മി, PN കൃഷ്ണമൂർത്തി, V ഇസ്മായിൽ, C ശിവശങ്കരൻ, ഡോക്ടർ V മോഹനകൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. കേരള ക്ഷേത്ര വാദ്യകലാ അക്കാദമി വാദ്യകലാകാരന്മാർക്ക് വേണ്ടി നടപ്പിലാക്കുന്ന ഐകാർഡ് പദ്ധതിയുടെ സംസ്ഥാനതല വിതരണ ഉദ്ഘാടനം തൃശൂരിൽ പത്മശ്രീ പെരുവനം കുട്ടൻ മാരാർ നിർവഹിച്ചു. അക്കാദമി സംസ്ഥാന പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. കിഴക്കൂട്ട് അനിയൻ മാരാർ, ചേരാനെല്ലൂർ ശങ്കരൻകുട്ടൻ മാരാർ, ചെറുതാഴം ചന്ദ്രൻ, കീഴൂട്ട് നന്ദനൻ, കടമേരി ഉണ്ണികൃഷ്ണ മാരാർ തുടങ്ങിയവർ സംസാരിച്ചു. മറ്റത്തൂർ പഞ്ചായത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച മണ്ണറിവ് കാർഷിക വിജ്ഞാപന സെമിനാർ സംഘടിപ്പിച്ചു. മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി VB ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷത വഹിച്ചു. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സനല ഉണ്ണികൃഷ്ണൻ, ജില്ലാ മണ്ണ് പര്യവേഷണ ഓഫീസർ ഡോക്ടർ തോമസ്, അനീഷ് ജോൺസൺ, സോയിൽ സർവേ ഓഫീസർമാരായ KS ഹൃദ്യ, സുധീർ ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ ദേവസ്വത്തിൽ നിന്ന് വിരമിക്കുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ പ്രിൻസിപ്പാൾ TN ബിന്ദു, ക്ഷേത്രം അസിസ്റ്റന്റ് മാനേജർ C സുരേഷ് എന്നിവർക്ക് എംപ്ലോയീസ് ഓർഗനൈസേഷൻ യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് സഹകരണ സംഘം പ്രസിഡന്റ് EK നാരായണൻ ഉണ്ണി ഉദ്ഘാടനം ചെയ്തു. ഓർഗനൈസേഷൻ ജോയിന്റ് സെക്രട്ടറി K സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി K രമേശൻ, AV പ്രശാന്ത്, KV വൈശാഖ് തുടങ്ങിയവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 6595 രൂപ, പവന് 52,760 രൂപ. വെള്ളി ഗ്രാമിന് 94 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3643 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ചെറുതുരുത്തി വള്ളത്തോൾ നഗർ റെയിൽവേ സ്റ്റേഷന് സമീപം ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിന്റെ എഞ്ചിനും ബോഗിയും വേർപെട്ടു. എറണാകുളം ടാറ്റാനഗർ എക്സ്പ്രസ് ട്രെയിനിന്റെ എഞ്ചിനാണ് ബോഗിയിൽ നിന്ന് വേർപെട്ടത്. ട്രെയിനിന് വേഗത കുറവായതിനാൽ അപകടം ഒഴിവായി. പാവറട്ടിയിൽ ശുദ്ധജല തടാകത്തിൽ മാലിന്യ ശേഖരം നിക്ഷേപിക്കാൻ പഞ്ചായത്തിന്റെ ശ്രമം, പ്രതിഷേധവുമായി കോൺഗ്രസ്. ഭാര്യാമാതാവിനെ വെട്ടിക്കൊലപ്പെടുത്തിയ യുവാവിന് ജീവപര്യന്തം കഠിന തടവും 1,00,000 രൂപ പിഴയും വിധിച്ചു. പാലക്കൽ തോട്ടുങ്കര പുത്തൻവീട്ടിൽ പ്രദീപ് കുമാർ എന്ന മണികണ്ഠനെയാണ് ശിക്ഷിച്ചത്. ചേലക്കരയിലെ ടേക്ക് ബ്രേക്ക് വഴിയിടം പദ്ധതി വർഷങ്ങളായി അടഞ്ഞുകിടക്കുന്നു. ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ അനുമതി ലഭിക്കാത്തതാണ് കാരണമെന്ന് വിശദീകരണം. മുനയ്ക്കക്കടവ് നിന്നും മത്സ്യബന്ധനത്തിന് പോയി വള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയവരെ രക്ഷപ്പെടുത്തിയത് കാലാവസ്ഥാ മുന്നറിയിപ്പുകൾ ലംഘിച്ച് കടലിൽ പോയ 40 മത്സ്യത്തൊഴിലാളികളെ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.